വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അക്കാഡമിസ് ആണ്. സോ ആനുവൽ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എ ഗ്രേഡ് ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നോക്കി, ആദ്യത്തെ ചോദ്യം ഇതാണ്: കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്ട് ഇൻ ദ ഫോളോയിങ് ടേബിൾ. അല്ലെ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മിസ്സായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ലേബൽ ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും അതിന്റെ മേജർ യൂസസും. അല്ലെ, അതായത് നമുക്കറിയാം കൃത്രിമോപഗ്രഹങ്ങളെ പറ്റിയും അതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും നമ്മളിതാ ഈ ഒരു ടേബിളിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചില ആളുകളെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇന്നിതാ നമ്മുടെ ഇൻസാറ്റ് ആണ്, പിന്നെ ഒന്ന് ജ്യോതിശാസ്ത്ര പഠനം, മറ്റൊന്ന് എന്താണ് GSAT-7. അല്ലെ, അപ്പൊ അവരെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ഇതാ ഇൻസാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻസാറ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, വാർത്താവിനിമയമായിരുന്നു. അതാണ് നമ്മുടെ എ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി കൊടുക്കേണ്ടത്. അടുത്ത നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്. അല്ലെ, അതായത് ജ്യോതിശാസ്ത്ര പഠനത്തെ കുറിച്ചാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഉപഗ്രഹത്തിന്റെ പേര് നമ്മൾ അവിടെ എഴുതണം. കൃത്രിമോപഗ്രഹം ഏതായിരുന്നു? ആസ്ട്രോസാറ്റ് ആയിരുന്നു. ആസ്ട്രോസാറ്റ് ആണ് നമ്മൾ അവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ആൻഡ് അടുത്തത് GSAT-7 ആയിരുന്നു. അല്ലെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഒന്ന് ഇൻസാറ്റ്, ആസ്ട്രോണമിക്കൽ സ്റ്റഡി നമ്മൾ കണ്ടു. ഇനി GSAT-7 ആണ്. GSAT-7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ താഴെ ഉണ്ട്. ഏതാണ്? ഡിഫൻസ്. അല്ലെ, പ്രതിരോധമാണ് അതിന്റെ ഉപയോഗത്തിൽ നമ്മൾ എഴുതേണ്ടത്. GSAT-7ന്റെ കൂടെ MESAT കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? GSAT-7 ആയിരുന്നു. സോ നമ്മളത് മാർക്ക് ചെയ്തേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ ഇതാ ബാക്കിയുള്ള ആളുകളെയൊക്കെ നമ്മൾ മറക്കാൻ പാടുണ്ടോ? ഇല്ല, എല്ലാരെയും നമ്മൾ ഓർക്കണം. ഇപ്പൊ EDUSAT ആ പേര് തന്നെ ഉണ്ട് അല്ലെ, എഡ്യൂക്കേഷൻ ആണ്. IRNSS ഇമ്പോർട്ടന്റ് ആണ്, നാവിഗേഷൻ അല്ലെ, ഗതി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർട്ടോസാറ്റ് എന്തായിരുന്നു? ഭൗമ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അല്ലെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അടുത്ത എന്താണ്? യെസ്, റൈറ്റ് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. അല്ലെ, GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിന്റെ പേര് ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം GPS എന്ന് പറയുന്ന സമയത്ത് എന്താണ്? യെസ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അല്ലെ, അപ്പൊ നമുക്ക് എന്താണ്, ഈ പറയുന്ന പോലെ ഗതി നിർണയത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ എന്താണ്, യെസ്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ലൊക്കേഷൻ ആയിക്കോട്ടെ അല്ലെ, ലൈവായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ യൂസ് ചെയ്യാറില്ലേ, ഗൂഗിൾ മാപ്പ് ഒക്കെ നമ്മളിപ്പോ യൂസ് ചെയ്യാറില്ലേ, അതിനൊക്കെ പിന്നിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ GPS എന്ന് പറയുന്നത് അല്ലെ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് സമാനമായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ഇപ്പൊ നേരത്തെ കണ്ടിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അത് എന്താണെടാ? IRNSS ആണ്. അല്ലെ, നാം വികസിപ്പിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം, ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് IRNSS. ആ ഒരു ടേം എഴുതിയാലും നിങ്ങൾക്ക് അവിടെ എന്താണ്, മുഴുവൻ മാർക്കും എന്റെ മക്കൾക്ക് കിട്ടും കേട്ടോ. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതൊക്കെ കുഞ്ഞു പോയിന്റ് ആയിരുന്നു, പക്ഷെ അവിടെ നിന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സി നോക്കട്ടെ, നിങ്ങൾ നോക്കണേടാ. റോക്കറ്റ് ലോഞ്ചസ് ആർ carried out from specific centers. Some informations about such centers in our country is provided below. അല്ലെ, എന്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് റോക്കറ്റ് ലോഞ്ച് സെന്റർ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദിസ് ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. അപ്പൊ തന്നെ നമുക്ക് കിട്ടി അല്ലെ. ഇറ്റ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ 1971. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏതാണത്? നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. അല്ലെ, അപ്പൊ മിസ് ഇവിടെ എഴുതാം, സതീഷ് ധവാൻ സ്പേസ് അല്ലെ, സ്പേസ് സെന്റർ. ഓക്കെ, ഇംഗ്ലീഷിൽ സെയിം പേര് തന്നെയാണ് അല്ലെ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാ നമ്മളുടെ എന്താണ്, ഒരൊറ്റ ആക്ടിവിറ്റി, ഒരു കംപ്ലീറ്റ് ആക്ടിവിറ്റി ആണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വരുന്ന വീഡിയോസിലൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്യും. സോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 5ാം ക്ലാസ് ഇതാ ഈ ഒരു മാസത്തോടു കൂടി കഴിഞ്ഞു അല്ലെ. അടുത്ത നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ 6ാം ക്ലാസ് ആണ്. അപ്പൊ 6ാം ക്ലാസ്സിൽ നിങ്ങളുടെ മുതിർന്ന ആളുകളോ അല്ലെങ്കിൽ പാരന്റ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞാണ്. നമ്മൾ 4-ന്ന് 5ലേക്ക് വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. പക്ഷെ 6ാം ക്ലാസ് എന്ന് പറയുന്നത് സിലബസ് തന്നെ ഭയങ്കര വലുതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, തുടക്കം മുതൽ പഠിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച്, വജ്ര ബാച്ച് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് 5ാം ക്ലാസ്സിന് പൃഥ്വി ബാച്ച് ഉണ്ടായിരുന്നില്ലേ, അതേപോലെ നമ്മുടെ വജ്ര ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വജ്ര ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ 10% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് വാച്ചിന്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഗിവ് അവേ ആണ്. അതായത് മാർച്ച് 20-ന്റെ ഉള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത്
നിന്ന് സെലക്ട് ചെയ്യുന്ന 5 ആളുകൾക്ക് നമ്മൾ ഒരു സ്മാർട്ട് വാച്ച് വീതം ഫ്രീ ആയിട്ട് നൽകുവാണ്. അപ്പൊ എന്റെ മക്കൾക്ക് എന്തായാലും ഏറ്റവും സപ്പോർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് വജ്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യില്ലേ? അപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എത്രയും നേരത്തെ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ 10% ഡിസ്കൗണ്ടും ഈ സ്മാർട്ട് വാച്ചും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. 10% ഡിസ്കൗണ്ട് എല്ലാവർക്കും കിട്ടും. സ്മാർട്ട് വാച്ചോ ലക്കി ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെടുന്ന 5 ആളുകൾക്കും കിട്ടും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഈ അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, വജ്ര ബാച്ച് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഇത്തവണ നമ്മൾ ഇതാ 3 പ്ലാനുകൾ മുന്നോട്ട് വെക്കുവാണ്. ഒന്ന് നമ്മുടെ ബേസ് പ്ലാൻ ആണ്, മറ്റൊന്ന് നമ്മുടെ ഇൻഫിനിറ്റി പ്ലാൻ ആണ്, മറ്റൊന്ന് നമ്മുടെ ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന പ്ലാൻ ആണ്. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പാരന്റ്സിനൊക്കെയാണ് ഒരുപാട് കൺഫ്യൂഷൻ. മക്കൾ ചിലപ്പോൾ അത്രയ്ക്ക് ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് നോർമലി ഉള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, അതിന്റെ നോട്ടുകൾ, ഓരോ ക്ലാസ്സും കഴിഞ്ഞിട്ടുള്ള DPPs, അതായത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി, ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഇതൊക്കെ എവിടെ ഉണ്ടായിരിക്കും? ഇതൊക്കെ നമ്മുടെ ബേസ് പ്ലാനിൽ ഇൻക്ലൂഡഡ് ആണ്. ബേസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കിട്ടും. ഇനി ഇതോടൊപ്പം നമ്മുടെ ഒരു പ്രീമിയം ഫീച്ചറാണ് പേൾ വീഡിയോസ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത, ലൈവിന്റെ റെക്കോർഡഡ് വീഡിയോസ് അല്ല, ഓൾറെഡി നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ട് കുഞ്ഞു വീഡിയോസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അതാണ് നമ്മുടെ പേൾ വീഡിയോസ് എന്ന് പറയുന്നത്. എല്ലാ ആക്ടിവിറ്റീസും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതിന് ആക്സസ് വേണമെങ്കിലോ, അതുപോലെ വരാൻ പോകുന്ന നമ്മുടെ എൻ ഗെയിം പോലെയുള്ള പുതിയ ബാച്ചുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ബാച്ചിന് ആക്സസ് വേണമെങ്കിലോ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്? അവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇൻഫിനിറ്റി ബാച്ച് ആണ്. ഇൻഫിനിറ്റി ബേസ് പ്ലാനിന് പകരം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്? നമ്മുടെ ഇൻഫിനിറ്റി ബാച്ച് ആണ്. ഞാൻ ഇവിടെ അടയാളപ്പെടുത്താം. ഈ ഒരു ബാച്ച് കേട്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും ഫീച്ചേഴ്സ്, ഈ 3 ഫീച്ചേഴ്സും കൂടെ അടങ്ങിയിട്ടുള്ള ബാച്ചാണ് എന്താ, നമ്മുടെ ഇൻഫിനിറ്റി ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, നമ്മളവിടെ തിരഞ്ഞെടുക്കേണ്ട ബാച്ച് എന്ന് പറയുന്നത്. ഇനി ഇതോടൊപ്പം നമ്മുടെ ഫാൽക്കൺ ബാച്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, കാരണം 5ാം ക്ലാസ്സിലില്ല, 6ാം ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് വലിയ ക്ലാസ്സിലാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് എൻട്രൻസ് എക്സാമുകളൊക്കെ ഉള്ളത്. പക്ഷെ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നമ്മളെ കൂടെയുള്ള പല ആളുകളും വളരെ നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ മക്കൾക്ക് അറിയാവോന്ന് മിസ്സിന് അറിയില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഇതാ പഠിച്ചു തുടങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കും പഠിക്കണ്ടേ? സോ നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫാൽക്കൺ ബാച്ച് ആണ്. അപ്പൊ ആ ഫാൽക്കൺ ബാച്ചില് നിങ്ങൾക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ, എന്റെ മക്കൾക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എടുക്കേണ്ട ബാച്ച് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇൻഫിനിറ്റി പ്രോ ബാച്ച് ആണ്. അതായത് ഈ ലാസ്റ്റ് കാണുന്ന എന്താണ് എടുക്കേണ്ടത്, പ്ലാൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻഫിനിറ്റി ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ ഉണ്ട്, ആദ്യത്തെ നമ്മുടെ ബേസ് പ്ലാൻ ഉണ്ട്. ഇതിൽ ഏതെടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. എക്സ്ട്രാ ഉള്ള ഫീച്ചേഴ്സ് ആണ് മിസ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സിനോട് നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്യണം. കാരണം പാരന്റ്സിനാണ് ഈ കാര്യത്തിൽ ഒരുപാട് കൺസേൺസ് ഉണ്ടാവുക. അപ്പൊ അവരുമായിട്ട് നിങ്ങൾ ഈ കാര്യം പറയാ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ബാച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കാരണം എന്തായാലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ. ഇതൊരു അക്കാദമിക് ഇയറിലേക്കുള്ള ബാച്ചാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വർഷത്തേക്കുള്ള പേയ്മെന്റ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്, അല്ലാതെ മാസത്തിലുള്ളതല്ല. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാർച്ച് 20 മുമ്പിലാണെങ്കിൽ ഈ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ മാക്സിമം മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാണ്. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.